അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് മുകളിലാ ഉള്ളെ. പക്ഷെ അവന്റെ കാലിപ്പോഴും തറയിൽ തന്നെയാ ഉള്ളത്. അമ്മ അവന് ചീരത്തോരൻ ഉണ്ടാക്കി കൊടുത്താലും അവൻ അതിനെ തന്നെ വലിയ ആഡംബരമായിട്ട് സെലിബ്രേഷനൊക്കെ ആയിട്ട് കാണും. ഒരുപാട് സന്തോഷത്തിൽ അത് കഴിക്കും. അങ്ങനെയാണോ? നിങ്ങൾ എല്ലാരേക്കാളും എനിക്ക് എന്റെ ബോസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങൾ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട അമ്മേ. ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അമ്മ സമാധാനായിട്ടിരിക്കും. ഈ പെണ്ണ് കാണാൻ റൗഡി പോലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വീട്ടിലെ ആളെ പോലെ അവനെ എത്ര നന്നായിട്ട് അവള് മനസ്സിലാക്കിയിരിക്കുന്നേ. പാവം പെണ്ണ്. മനുഷ്യനെ ജോലി ചെയ്യാനും സമ്മതിക്കില്ല. തറ നല്ല നീറ്റായിട്ട് തുടക്കണം. തറ നല്ല പളപളാന്ന് മിന്നി തിളങ്ങണം. മനസ്സിലായോ? പളപളാന്ന് തിളങ്ങി കാണാനേ ഇത് നിന്റെ മുഖമല്ല. നീ നിന്റെ ജോലി ചെയ്താ മതി. എന്തിനാടി ചൂലെടുത്തോണ്ട് വന്നേ? നീ തൂത്ത ശേഷമല്ലേ ഞാൻ തുടങ്ങുന്നത്. ഇക്കാര്യങ്ങളൊന്നും നിനക്ക് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? നിന്റെ അമ്മ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത് അത് തന്നെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന. കൂടുതൽ വർത്താനം പറഞ്ഞാൽ നിന്റെ ചവിട്ടി പിടിച്ച് ഇടിച്ച് ഞാൻ പപ്പടാക്കും. അതിനെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ വെച്ചിട്ട് പൊക്കോ, അതാ നല്ലത്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. കടയിൽ പോയി വാങ്ങി വരാന്ന് വെച്ചാ അത് നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് എങ്കിലും വേണം. ആ ചേച്ചി, അന്ന് കണ്ണേട്ടന്റെ റൂം ക്ലീൻ ചെയ്തപ്പോ ഡെക്കറേഷൻ ഐറ്റംസ് കണ്ട പോലെ തോന്നി. അതെന്താ അവിടെ അതൊക്കെ? അയ്യോ, അന്ന് അമ്മ ചേച്ചിയുടെ ബ്രേക്കപ്പ് പാർട്ടിക്ക് ഉണ്ടായ സാധനങ്ങളൊക്കെ അതേ റൂമിൽ തന്നെയാ വെച്ചത്. ആ ശരിയാ, അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടോ? കണ്ട ഓർമ്മയുള്ളൂ. എന്തൊക്കെയുണ്ട് എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ നീയും വാ. എടി മുതുക്കി, നീ കേക്കിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേ. ഓക്കെ, ഡൺ. നടക്ക്. നിങ്ങൾ ഇങ്ങനെ കാട്ടു മനുഷ്യനെ പോലെ ജുമ്പല പാടിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം ആ കള്ളച്ചെറുക്കൻ ഒരിക്കലും അറിയാൻ പാടില്ല. സർപ്രൈസ് ആയിട്ട് വെക്കണം. ഓ ആണോ? നടക്കട്ടെ നടക്കട്ടെ. രാമക്ക് നിനക്ക് എന്ത് മനസ്സിലായിട്ടാ ചിരിക്കുന്നേ? നടക്കടി. ഞാൻ ഇന്നും ടെൻഷനിലാണ്. ഓ, അവളുടെ ടെൻഷൻ. വലിയൊരാള് വന്നേക്കുന്നു. നടക്ക്. ഓ മേഡം, സുഖമല്ലേ മേഡം? അവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ? എനിക്ക് സുഖ. നിങ്ങൾക്ക് സുഖാണോ? എനിക്ക് എന്ത് പറ്റാനാ മേഡം? എന്റെ ബോഡി കല്ലും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയതല്ലേ. അത് ശരി. നിങ്ങൾ വീട്ടിലാണോ പുറത്താണോ? സിംഹം ഒരിക്കലും അകത്തിരിക്കില്ല മേഡം. ഞങ്ങൾ എപ്പോഴും പുറത്ത് തന്നെ ആയിരിക്കും. അനാവശ്യമായിട്ട് വെളിയിലിറങ്ങിയ സിംഹം ആണെങ്കിലും വെറുതെ വിടില്ല. നല്ല അടി കിട്ടും. സിംഹത്തിന് കൊടുക്കാനും നിങ്ങളുടെ അടുത്ത് കൗണ്ടർ ഉണ്ടല്ലേ? കുഴപ്പമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് പറ. ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതിയിരിക്കുക. അതിന് നിങ്ങളുടെ കുറച്ച് ഹെൽപ്പ് വേണമായിരുന്നു. ബർത്ത്ഡേയോ? ആരുടെയാ മേഡം? നമ്മുടെ ബോസിന്റെ. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് എന്റെ ബർത്ത്ഡേ തന്നെ ഓർമ്മയില്ല. പിന്നെ ബോസിന്റേത് എങ്ങനെ ഓർത്തിരിക്കാനാ മേഡം? ആ, അത് പോട്ടെ. അദ്ദേഹം നിങ്ങളുടെ വീട്ടിലാണോ ഉള്ളേ? അതെവിടെയുണ്ട്? ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് മെസ്സേജ് ചെയ്യാം. അതെങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് വരാമോ? ഞങ്ങളുടെ ഏരിയയിൽ ഫുള്ള് സ്ട്രിക്റ്റാ. സീൽ ചെയ്തിരിക്കുക. എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല മേഡം. എന്റെ മുമ്പിൽ ഒരു കാര്യത്തിനും തടസ്സമില്ല മേഡം. നിങ്ങൾ വേഗം ലിസ്റ്റ് അയച്ചോ. അതെല്ലാം അവിടെ എത്തിയെന്ന് വിചാരിച്ചാ മതി. സൂക്ഷിക്കണേ സുമേഷ്. മാസ്ക് വെച്ചിട്ട് പോണം. എല്ലാരോടും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. യു ഡോണ്ട് വറി. ഇവിടെ ആരുമില്ലേ? ഹേയ് ധ്രുവ, നീ എന്താ ഇവിടെ? വാട്ട് സർപ്രൈസ് മാൻ. ചേട്ടൻ അമൂലിയുടെ വീട്ടിലല്ലേ? അപ്പൊ ഇവനവിടെ നിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ റോഡിൽ നിർത്തണ്ടെന്ന് കരുതി ഞാനേ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നീ ഇതിനാണോ വരാൻ പറഞ്ഞേ? ഞാനിവിടെ നിന്നാ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല. വിക്കി, ഇവിടെ നോക്ക്.
ആരെങ്കിലും കാണുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോകാം. ഇവിടുന്ന് സംസാരിക്കാൻ നിനക്കാരാ പെർമിഷൻ തന്നെ? വാ അകത്തേക്ക് വന്നേ. വന്നിട്ട് വീടിനകത്ത് കേറിയതുമില്ല, അപ്പൊ തന്നെ പോണെന്ന് പറയുന്നു. റാസ്കൽ, ഇത് നിന്റെയും കൂടെ വീടാ. ആരെങ്കിലും കണ്ട എന്താ ഇപ്പോ? കണ്ട എല്ലാവർക്കും സന്തോഷാവും. ഇല്ല വിക്കി, ഇത് റിസ്കാ, നിനക്ക് മനസ്സിലാവില്ല. ശരി, അവന് മനസ്സിലാകില്ല, നിനക്ക് മനസ്സിലാകുമല്ലോ. ഈ ലോക്ക്ഡൌൺ സമയത്ത് നീ ഇവിടെ വന്നത് തന്നെ എത്ര സന്തോഷാണെന്നറിയോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നോക്ക്, എത്ര വർഷം കഴിഞ്ഞിട്ട് നീ ഈ വീട്ടിലേക്ക് വരുന്നേ. നീ ഒരാൾ ഇവിടെ ഇല്ലാന്നല്ലാതെ ഇവിടെ വേറെ മാറ്റമൊന്നുമില്ല. ഇത് നിന്റെയും കൂടെ വീടാടാ. അതിഥി നീ എന്താ ചെയ്യുന്നേ? എന്താ ഇത്? എപ്പോ നോക്കിയാലും നീ മൊബൈലിൽ തന്നെ ആണല്ലോ. അതിലെന്താ ഇത്ര ഉള്ളേ? ഞാൻ ഉപയോഗിക്കുമ്പോ മാത്രമേ അമ്മ കാണുള്ളൂ അല്ലേ? വേറെ ആരുപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. അവരാരും നിന്നെ പോലെ മൊബൈലൊന്നും ഉപയോഗിക്കാറില്ല. അതെ അതെ, എല്ലാരും അമ്മ കാണാത്ത പോലാണല്ലോ മൊബൈൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മാത്രം ഒന്നും ഒളിച്ചു വെക്കാറില്ല. അതുകൊണ്ടാ, മനസ്സിലായോ? എന്ത് മൊബൈലോ എന്ത് കുട്ടികളോ. ശരി വിട്. കണ്ണൻ എവിടെയാ പോയെന്ന് നിനക്കറിയോ? അറിയില്ല. എന്താ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോന്നെ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവനോട് ചോദിച്ചൂടെ നിനക്ക്? ചേട്ടൻ ഈ വീട്ടിലേക്ക് വന്ന സമയം മുതൽ അവന്റെ അഡ്രസ് ഇല്ല. എവിടെ പോയെന്ന് ആർക്കറിയും? ഏയ്, എവിടെയോ പോയിന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ വേണ്ടത്. ഫോൺ വിളിച്ച് നീ എവിടെയാന്നൊന്ന് ചോദിക്കേ. ആ ഫോൺ ഇങ്ങോട്ടാ. ഞാൻ വിളിക്കാം. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. സ്വിച്ച് ഓഫ് എന്നോ? എന്ത് പറ്റിയതാണെന്തോ പാവം. എന്ത് പറ്റിയോ എന്തോന്ന് പറയാൻ എന്തായിട്ടുണ്ടെന്ന്? അല്ലടി, പാവം പയ്യനവന്. എന്തെങ്കിലും ജോലിന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കാണുവോ? എനിക്ക് വല്ലാതെ പേടിയൊന്നു. ഒന്നും പറ്റാനേ അവൻ അത്ര മണ്ടനൊന്നുമല്ല. അവൻ ഇങ്ങ് വന്നോളൂ. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ ഇവിടെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ പാവം ആ പയ്യൻ എന്ത് ചെയ്യുവാണോ എവിടെയാണോ എന്തോ. ശരി ശരി, ഇപ്പൊ ഇതേ അങ്ങോട്ട് നെഞ്ചിലോട്ട് വെച്ച് കൂടുതൽ ഫീൽ ആവണ്ട. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ച് അന്വേഷിച്ചോളാം. വിഷമിക്കണ്ട കേട്ടോ. ശരി ശരി, നീ അവനെ വിളിക്കാൻ മറക്കല്ലേ. മനസ്സിലായല്ലോ കേട്ടോ? ശരി പൊക്കോ പ്രമീളെ. എന്തോന്ന്? ശരി പൊക്കോളൂ അമ്മേന്ന്. ശരി ശരി. അതിഥി നീ എന്താ ചെയ്യുന്നേ? അമ്മ, ഞാൻ ഒന്നും കൂടെ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാ. ചേച്ചി, ചേട്ടന്റെ ബർത്ത്ഡേക്ക് നല്ല ചൂട് ഗുലാബ് ജാമുൻ റെഡിയാ. ബർത്ത്ഡേക്ക് ജാമുൻ തന്നെ കട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഡൗട്ട് ആവുന്നുണ്ട്. എടി, അപശകുനായിട്ട് സംസാരിക്കല്ലേ. പിന്നെന്താ പറയാ, സുമേഷ് ചേട്ടൻ ഇനിയും വന്നിട്ടില്ല. കേക്കിന്റെ കാര്യം ഡൗട്ടാ. ഒരുപക്ഷെ സുമേഷ് എങ്ങാനും വന്നില്ലെങ്കിൽ പ്ലാൻ ബി റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള ഒരു ആപ്പില് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നോ ടെൻഷൻ. അഞ്ജു, നീ പോയി ചേട്ടനൊരു കമ്പനി കൊടുക്ക്. അതെന്തിനാ? ആദ്യം ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആയിട്ട് വെക്കാനാന്ന്. നമ്മളിവിടെ എല്ലാരും ഇങ്ങനെ കൂടി നിന്നാ അവന് ചിലപ്പോ ഡൗട്ട് തോന്നും. അവനെ ഭയങ്കര ബുദ്ധിയാ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനും ഭയങ്കര ബുദ്ധിയായിരിക്കും. എടി അഹങ്കാരി കൊരങ്ങെ, വെറുതെ എന്നെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരല്ലേ. നീ എന്ത് ചെയ്യും? അയ്യോ മിണ്ടാതിരിക്ക്, എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കും. ഞാൻ വേദാന്തേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ അമ്മ പ്രമീല ഇവക്ക് അഞ്ജുന്ന് പേര് വെക്കുന്നതിന് പകരം ഡ്രാമ ക്യൂന്ന് വെച്ചാ മതിയായിരുന്നു. അത് വിട്. കേക്ക് നമുക്ക് എങ്ങനെയാലും ചെയ്യാം. പക്ഷെ അതിന്റെ മുകളിൽ കള്ളച്ചെറുക്കൻ എഴുതി എങ്ങനെയാ വിഷ് ചെയ്യാൻ പറ്റുന്നേ? കേക്ക് വെറുതെ പ്ലെയിൻ ആയിട്ടിരുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അടിപൊളി ഐഡിയ തരാൻ ഞാൻ ഫേമസ് ആണെന്ന് അറിയില്ലേ? ഒരു ഐഡിയ പറയാതെ ബിൽഡപ്പ് എന്തിനാ? ഐഡിയ ഉണ്ട് ചേച്ചി, കാര്യം വളരെ സിമ്പിളാ. നമ്മുടെ വീട്ടില് ജിലേബി ഉണ്ടാക്കുന്ന കോണില്ലേ? ആ ഉണ്ട്. അവിടെ കഴിഞ്ഞല്ലോ. അതില് വെണ്ണയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് എഴുതാനേ. അത് വർക്കാവോ? ഉറപ്പായിട്ടും ആവും. ഡോണ്ട് വറി. താങ്ക് യു മോളെ. മനസ്സിൽ വേറെ ആരുടെയോ കവിള് പിടിക്കാൻ ആഗ്രഹം. ആളെ കിട്ടാത്തോണ്ട് അത് എന്റെ മേലെ തീർക്കുവല്ലേ? എടി കൊരങ്ങേ. ഇതെന്താ
ലൈറ്റെല്ലാം ഓഫ് ആക്കിക്കുന്നേ? ഓ, പവർ കട്ട് ആയിരിക്കും. നാളെ തന്നെ ഇവിടെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യണം. Oh my God. ഈ സമയത്ത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ? എല്ലാം നമ്മുടെ മുതുക്കിയുടെ മാജിക്കാ. ബോസ്, താനെന്താടോ ഇവിടെ? ബോസ് രാമൻ എവിടെയാണോ അവിടെയാണ് ഈ സുമേഷ് ഹനുമാൻ. ഈ രാമൻ വന്നിട്ട് കുറച്ച് നേരമായി. തന്റെ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് എത്താന്നൊക്കെ പറഞ്ഞല്ലേ? വരാൻ പറ്റുമെന്ന് കരുതിയാ ഇറങ്ങിയത് ബോസെ. പക്ഷെ വഴിയില് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ലേറ്റ് ആയത്. എനിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സമാധാനപ്പെടണം. എനിക്കാണെങ്കിൽ കുറച്ച് ഫാൻസ് കൂടുതലാണല്ലോ. ഓഹോ, ശരിയാ ഉണ്ടാവും. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ മോനെ. അത് തന്റെ ഷർട്ട് ആരോടോ കീറിയേ? വല്ല പട്ടിയെ കടിച്ചോ? അതാ പറഞ്ഞത് ബോസെ, വഴിയില് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്ത് കാര്യമാ? അതിന് ഷർട്ട് കീറിയത് എങ്ങനെയാ? ഞാൻ എന്നെ സിംഹമാണെന്ന് സ്വയം കരുതി ഇറങ്ങാൻ പാടില്ലാത്ത സമയത്ത് റോഡിലേക്ക് ഇറങ്ങിയ നമ്മുടെ പോലീസ് വെറുതെ വിടുവോ അങ്ങളെ? അവരെന്നെ ചെറുതായിട്ടൊന്ന് വിചാരണ ചെയ്തതാ. ചെറുതായിട്ട് ചോദ്യം ചെയ്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചേ അന്വേഷിച്ചുള്ളൂ. പക്ഷെ സിംഹം കോപ്പറേറ്റ് ചെയ്യാൻ പോയില്ല. അതിനാ അവരെന്നെ ഇങ്ങനെ വിചാരണ ചെയ്തത്. അയ്യോ, എന്താ മോനെ നിന്റെ പ്രശ്നം? ആദ്യം നീ പോയി ഡ്രസ് മാറ്റി. ഡ്രസ്സൊക്കെ പിന്നെ മാറാം. ആദ്യം കേക്കിന്റെ കാര്യം എന്തായെന്ന് പറ. എന്താ മോളെ, ഫുൾ ബാക്ക് ഡാമേജ് ആയിരിക്കുക. എന്നിട്ടും എന്റെ ജീവൻ ബാക്കി കിട്ടിയത് തന്നെ ഭാഗ്യം. എന്നാലും ഇച്ചിരി മര്യാദ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് വഴിയിൽ വെച്ച് ഞാൻ ഈ ഡ്രസ് ഒന്ന് ഒരു അയൺ ചെയ്തു. എന്നിട്ട് ടിപ് ടോപ്പ് ആയിട്ട് കയറി വന്നതാ. എന്നുവെച്ചാ കേക്കില്ലേ? കണ്ടടേ. ഇത് നീയാണ് മോളെ ചെയ്തേ? അല്ല മോളെ, എല്ലാരും ഞാനാ കൈപ്പുണ്ണക്കാരിന്നാ പറയുന്നേ. പക്ഷേ നീ എന്നെ കടത്തി വെട്ടിയല്ലേ? നീ എല്ലാത്തിലും മിടിക്കുക. നമ്മൾ ഇതിനാ ഓൾ റൗണ്ടർ എന്ന് പറയുന്നേ. കേക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെയായിരിക്കും. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഈ കീറി പറഞ്ഞ ഷർട്ട് പോലെ ഒന്ന് മാറ്റാതെ താൻ കേക്ക് തിന്നാൻ നിൽക്കുകയാണോ? ബസ്, വസ്ത്രം ഒടുവിൽ വയറ് ആദ്യമൊന്നല്ലേ. ഞാനേ ഡ്രസ്സൊക്കെ പിന്നെ മാറാം.
ആദ്യം നമുക്ക് ഈ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ എനിക്ക്. എന്തിനാ എല്ലാരും ചിരിക്കുന്നത്? ഐ ആം സീരിയസ്. താൻ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർ ഇത്രയും ചിരിച്ചിട്ടുണ്ടെങ്കിൽ താൻ കോമഡി വല്ലതും പറഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? അയ്യോ കേക്ക് ഉണ്ട്, പക്ഷെ ക്യാൻഡിൽ ഇല്ലല്ലോ. ദീപം അണയ്ക്കുന്നതേ നമ്മുടെ സംസ്കാരമൊന്നുമല്ല. വെളിച്ചം കെടുത്താൻ പാടില്ലെന്നാ. എനിക്കും ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അമ്മേ. ഏയ് വാ 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 എല്ലാരും വാ. ഇത് പിടിക്ക് ബോസ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. അത് സീനിയറിനോട് കേട്ടാ. ചേട്ടാ എന്താ നോക്കി നിൽക്കുന്നത്? കൊടുക്ക്. ഇനി ആർക്കും കേക്കില്ല, ഞാൻ തന്നെ തിന്നോളാം. ഞാൻ കട്ട് ചെയ്യാം, ഞാൻ കട്ട് ചെയ്യാം, ഞാൻ കട്ട് ചെയ്യാം. അയ്യോ ഒന്ന് മാറി നിൽക്ക്, നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ കഴിക്കും. എന്തിനിങ്ങനെ കിടന്ന് വഴക്കിടുന്നേ? മിണ്ടാതെ സമാധാനമായിട്ട് എടുക്ക് പിള്ളേരെ. തരാന്നല്ലേ പറഞ്ഞേ. ആദ്യയുടെ വീഡിയോ കോളാണല്ലോ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അമ്മ എവിടെ? ചേട്ടാ അമ്മ ഇപ്പഴേ കിടന്നു. നാളെ എന്തായാലും അമ്മ കോൾ ചെയ്യും. ഞങ്ങളെല്ലാം നീ ആഘോഷിക്കുന്ന ഫസ്റ്റ് ബർത്ത്ഡേ അത്. സോറി മോനെ, സിറ്റുവേഷൻ അങ്ങനെ ആയോണ്ടല്ലേ. അവനോട് എന്തിനാ ഇപ്പൊ നീ സോറി ഒക്കെ പറയാൻ നിൽക്കുന്നേ? നിന്റെ സേഫ്റ്റി ഹാപ്പിനെസ് അതാണ് മുഖ്യം. അവിടെ നീ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് നിന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. വാട്ട്? നീ ഇപ്പൊ എന്താ ലാസ്റ്റ് പറഞ്ഞേ? അയ്യോ അവിടെ ഒന്നുമില്ലല്ലോ. ഇന്ന് നിന്റെ ബർത്ത്ഡേയാ. വെറുതെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്തിട്ട് വാന്നേ. കൊരങ്ങന്മാര് ഞാൻ ദൂരെയാന്ന് വെച്ചിട്ട് വായി തോന്നിയൊക്കെ വിളിച്ചു പറയല്ലേ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് രണ്ടെണ്ണത്തിനും കൂടെ തരാം. ശരി ശരി, നീ അവിടെ എൻജോയ് ചെയ്യേ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. ബി ഹാപ്പി ഓൾവേസ്. താങ്ക് യു ആദ്യ. കറക്റ്റ് സ്ഥലത്താ ലോക്കായ. ലിവിറ്റ് സാഹിത്യ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് വീട്ടിൽ പോരുതോ? ലേറ്റ് ആയാലും ചിലപ്പോ വന്നാലോ എന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്തതാ ആന്റി. ആന്റി പറഞ്ഞത് തന്നെയാ ശരി. ആ അമൂല്യ ഇവർക്ക് എന്ത് മായം ചെയ്തോന്ന് ആർക്കറിയാം. അല്ല, ഇവർക്ക് അവളിൽ എന്ത് കണ്ടിട്ടാണ് എന്തോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോ നോക്കിയാലും അമൂല്യ അമൂല്യ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ചുറ്റിക്കറങ്ങും. ഇവളെന്താ ത്രിപുര സുന്ദരിയാണോ? അവനെ വിളിക്കുന്നത്. ഹലോ അമ്മേ, എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ആദ്യം വിഷയം അമ്മയല്ലേ? പക്ഷെ ഈ വർഷം ആദ്യമായിട്ട് അമ്മ എന്നെ വിഷ് ചെയ്തതേ ഇല്ല. അത്രയ്ക്കും ദേഷ്യമാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല വേദാന്ത്. നിന്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ പാർട്ടി നടത്തണമെന്ന് വിചാരിച്ച് സിമ്പിളായിട്ട് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. പക്ഷെ നീ വരില്ലെന്ന് മനസ്സിലായപ്പോ
അതൊക്കെ ക്ലീൻ ചെയ്യുന്നതില് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. ഐ എം വെരി സോറി അമ്മേ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. പ്ലീസ് ഡോണ്ട് വെറി. നീ വിഷമിക്കണ്ട വേദാന്ത്. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റൂ? അവിടെ നീ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യ്. ഹാവ് ഫൺ.